നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ധ്രുവീകരണം നടന്നുവെന്ന ആശങ്കയിൽ CPIM. ധ്രുവീകരണം LDFന് എതിരാകുമോ എന്നാണ് ആശങ്ക. ധ്രുവീകരണം ഉണ്ടായില്ലെങ്കിൽ തുടർഭരണം ലഭിക്കുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ആർ ശ്രീത്ത വാർത്തയോട് ചെയ്യുന്നു. ശ്രീത്ത്, നാദാപുരം വടകര, ഗുഡ് മോർണിംഗ്. നാദാപുരം വടകര കാര്യത്തിലുള്ള കാര്യം ഇന്നലെ MP ഗോവിന്ദൻ പറഞ്ഞ് നമ്മൾ കേട്ടായിരുന്നു. ന്യൂനപക്ഷ ധ്രുവീകരണം എന്നൊക്കെ പറയുന്നത് ജനവിധി എതിരാവുകയാണെങ്കിൽ എന്താണ് ജനത്തോട് പറയേണ്ടത് എന്നതിൻ്റെ ഒരു സാമ്പിൾ എന്നതിനപ്പുറം വളരെ ആഴത്തിൽ CPIM അതിനെ കാണുന്നുണ്ടോ ശ്രീത്ത്? ഹാഷ്മി, അമൃത, ഗുഡ് മോർണിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇതിനിടയിലാണ് CPM ക്യാമ്പിൽ ന്യൂനപക്ഷ ധ്രുവീകരണം സംഭവിച്ചോ എന്ന തരത്തിലുള്ള ആശങ്ക രൂപപ്പെടുന്നത്. പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ലഭിച്ച കണക്കുകൾ വിലയിരുത്തി ഒപ്പം തന്നെ പൊതു ട്രെൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഒരു ഏകീകരണം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു അത്തരത്തിലൊരു ചർച്ച CPM നേതൃതലത്തിൽ വന്നിരിക്കുന്നത്. ന്യൂനപക്ഷ ഏകീകരണം തങ്ങൾക്കെതിരായിട്ടാണ് സംഭവിച്ചത് എന്ന കാര്യത്തിലും നേരിയ സംശയങ്ങൾ CPIMനുണ്ട്. അതുകൊണ്ട് തന്നെ ഫലം എതിരായാൽ എന്താണ് ജനങ്ങളോട് പറയേണ്ടത് എന്ന കാര്യത്തിലുള്ള ഒരു ആലോചനകളും നടക്കുന്നുണ്ട്. ന്യൂനപക്ഷ ധ്രുവീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ ഉണ്ടായി എന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. അക്കാലത്തൊന്നും അത്തരമൊരു സമ്മതം നടത്താൻ CPM തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം സംഭവിച്ചു എന്ന കാര്യം CPM തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ തോതിലൊരു ധ്രുവീകരണം ഉണ്ടായില്ലെങ്കിൽ മാത്രമേ തുടർഭരണത്തിന് സാധ്യതയുള്ളൂ എന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. എന്തായാലും മലബാർ മേഖലയിൽ ഒഴികെ മറ്റു മേഖലകളിലൊന്നും കാര്യമായ ധ്രുവീകരണം സംഭവിച്ചിട്ടില്ല എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോഴും CPM നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭയിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും തോതിൽ ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടായില്ലെങ്കിൽ തുടർഭരണം നേടാം എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോഴും CPM ക്യാമ്പിലുള്ളത്. എങ്കിലും ഫലമെതിരായാൽ നിരത്തേണ്ട ന്യായീകരണങ്ങൾ ഒന്നായി തന്നെ ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഓക്കെ, ആർ ശ്രീത്ത വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. നമ്മൾ നേരത്തെയും അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം CPMന്റെ വിലയിരുത്തൽ ഈ പറഞ്ഞ ധ്രുവീകരണം, വർഗീയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങൾ ഉള്ള വിലയിരുത്തൽ കണ്ടതാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി CPMന് എതിരാവുകയാണെങ്കിൽ പിന്നെയും ഈ പറയുന്ന വർഗീയ ചർച്ചകളിലേക്ക് പോവോ എന്ന് നമുക്ക് കാത്തിരുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.